ഗ്ലോബൽ മാർക്കറ്റ് വീക്ക് ആയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് 0.31% ഇടിഞ്ഞ് 23,519 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.68% ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.35% ഇടിഞ്ഞത്. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് വാറിലേക്ക് വഴി തെളിയിച്ചേക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ യൂറോപ്യൻ മാർക്കറ്റുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നു. ഇത് ഇന്ത്യയിലെ IT, ഓട്ടോ, ഫാർമ തുടങ്ങിയ സെക്ടറിലെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിനെ ഇന്ന് മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു പ്രധാന ഘടകം ജപ്പാൻ്റെ CPI ഇൻഫ്ലേഷനിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ ഇൻഡിസസുകളിൽ ഓട്ടോ, ഫാർമ, ഓട്ടോ ആൻസിലറി തുടങ്ങിയ സെക്ടറുകളിലായിരുന്നു ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത്. അതേസമയം കൺസ്യൂമർ, ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ടാറ്റ കൺസ്യൂമർ 2.91%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 2.13%, അപ്പോളോ ഹോസ്പിറ്റൽ 1.8% ഉയർന്നു. ഇന്ന് നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 31 സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇൻഡസ്ഇൻഡ് ബാങ്ക് 3.64%, വിപ്രോ 3.5%, ശ്രീറാം ഫിനാൻസ് 3.28% ഇടിഞ്ഞു. സെക്ടോറിൽ പെർഫോമൻസ് പരിശോധിച്ചാൽ നിഫ്റ്റി മീഡിയ 2.29% ഇടിഞ്ഞു. IT 1.76%, റിയാലിറ്റി ഇൻഡെക്സ് 1.42%, ഓട്ടോ ഇൻഡെക്സ് 1.03% ഇടിഞ്ഞു. വരും സമയങ്ങളിലേക്കുള്ള മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മനസ്സിലാക്കാം. 23,400, 23,200 തുടങ്ങിയ ലെവലുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത്. 23,600 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 23,600 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 23,800, 24,100 തുടങ്ങിയവയായിരിക്കും വരും സമയങ്ങളിലെ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾ. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ONGC. ONGC ഇന്ന് 1% ഉയർന്ന് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ONGCയിൽ ലോകപ്രശസ്ത കമ്പനിയായ സൗദി അരാംകോ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രാഡേയിൽ ONGC 5% ഉയരുകയും ചെയ്തു. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം BPCLലും ONGCയിലും സൗദി അരാംകോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ONGC എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ 5 മാസം കൊണ്ട് ഏറെക്കുറെ കറക്റ്റ് ആയതിനു ശേഷം ONGC ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ബോട്ടം ബൈയിങ് വരികയും സ്റ്റോക്ക് ലോവസ്റ്റ് ലെവലിൽ നിന്നും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 10% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 283% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ONGC. ONGCയിൽ സൗദി അരാംകോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ജെഫ്രീസ് ONGCയുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ 47% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ വളർച്ച കൂടാതെ ഗ്യാസ് പോർട്ട്ഫോളിയോയിലുണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് വർധനവ്, റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജെഫ്രീസ് ONGC എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. 2025 മധ്യത്തോടുകൂടി KG ബേസിൽ നിന്നുള്ള ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഉൽപ്പാദന വളർച്ചയിൽ 5 മുതൽ 6% CAGR കൂടിയുള്ള വളർച്ച സംഭവിച്ചേക്കാം. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പെട്രോളിയവുമായി ചേർന്ന് ONGC ഒരു കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ എബിറ്റയിലും വാർഷിക വരുമാനത്തിലും വർധനവ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 47% അപ്സൈഡിൽ 375 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്.